ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഏപ്രിൽ 26 ലൂക്ക് ഗെഡിനിനോ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു റൊമാൻസ് സ്പോർട്സ് ചിത്രമാണ് ചാലഞ്ചേഴ്സ്. പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന സെൻഡിയാണ്. സിനിമ കാണുന്നതിന് മുൻപ് ഇതൊരു 18+ സിനിമയാണ്. അഡൽട്ട് കണ്ടന്റ് അത്യാവശ്യം അടങ്ങിയിട്ടുള്ളൊരു സിനിമയാണ്. 18 വയസ്സ് മുകളിലുള്ളവർ മാത്രമേ ഈ സിനിമ കാണാവൂ. കുറച്ച് ന്യൂഡ് സീൻസൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഒഴിച്ചു ചേർത്ത് കഴിഞ്ഞാൽ സിനിമ അത്യാവശ്യം കിടലൊരു സിനിമ തന്നെയാണ്. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റാർ എന്ന് പറയുന്നത് താഷിയ എന്ന് പറയുന്ന ഒരു ഗുഡ് ടെന്നീസ് പ്ലെയറിനെ വേറെ 2 ടെന്നീസ് പ്ലെയർ ചേർന്ന് സ്നേഹിക്കുന്ന കഥയാണ് സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. 2 യുവാക്കൾ ഒരു സ്ത്രീയെ പ്രണയിക്കുന്ന കഥയാണ് മെയിനായിട്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയിൽ ആർട്ടും പിന്നെ പാട്രിയാണ് ആ 2 കഥാപാത്രത്തിൻ്റെ പേര്. ആ 2 കഥാപാത്രവും ഒരു ടെന്നീസ് പ്ലെയറാണ്. അപ്പം ഇവർ തമ്മിലുള്ള സ്നേഹത്തിനിടയിൽ പാട്രി എന്ന് പറയുന്ന യുവാവും ടാഷി എന്ന് പറയുന്ന ഈ കുട്ടിയും തമ്മിൽ എന്തോ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും താക്ഷിക്ക് അന്ന് ഒരു കളി ഉണ്ടായിരുന്നു. ആ കളിക്കിടയിൽ അവരുടെ കാലിന് പരിക്കേൽക്കുകയും പിന്നെ അവർക്ക് ടെന്നീസ് കളിക്കാതെ ആയതിനെ തുടർന്ന് നമ്മുടെ ആർട്ടിനെ അവർ ഭർത്താവായി തിരഞ്ഞെടുക്കുകയും തൻ്റെ ഭർത്താവിനെ ലോകം മുഴുവൻ അറിയുന്നൊരു ഗുഡ് ടെന്നീസ് പ്ലെയർ ആക്കുകയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതിനിടയിലാണ് പഴയ സുഹൃത്തുമായും തൻ്റെ ഭർത്താവുമായി മാച്ച് വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ചാലഞ്ച്, അവർ തമ്മിലുള്ള പോരാട്ടമാണ് സിനിമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. നല്ല പൊരിഞ്ഞ പോരാട്ടം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലെ ക്യാമറ വർക്ക്സും ഇതിൻ്റെ BGM ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിലെ ആക്ടേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ BGM നല്ല വൃത്തി പിടിച്ചെടുത്തുകൊണ്ട് ഇഷ്ടപ്പെടും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ വർക്ക്സ്, വൺ ഷോട്ടും പിന്നെ അവർ തമ്മിലുള്ള ഫേസ് ടു ഫേസ് ചാലഞ്ചസ് എല്ലാം രോമാഞ്ചസിനാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെ പറയുന്നത് ചാലഞ്ചസ് എന്ന് പറഞ്ഞ ചിത്രം. നിങ്ങൾ ഇതുവരെയൊക്കെയായിട്ട് ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ വഴി അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സിനിമ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ചാലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.